പച്ചത്തുരുത്തുകൾ തേടി ഈ സഹയാത്ര. ജിജീഷിന്റെ ഫാമിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു TK ബാലകൃഷ്ണൻ, മയ്യിലിന്റെ കണ്ണൂരിന്റെ കൃഷി സാരഥി. ആകാശവാണിയില് മാസങ്ങൾക്ക് മുമ്പ് ജിജേഷിന്റെ ഒരു പശു വളർത്തൽ സംരംഭവുമായി ബന്ധപ്പെട്ടുള്ള 2 ദിവസങ്ങളിൽ പ്രോഗ്രാം കേൾക്കാനിടയായിട്ടുണ്ട്. അത് കേട്ട ഉടനെ തന്നെ അതുവരെ ഒരു പശു വളർത്തൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സങ്കല്പത്തിന് അപ്പുറത്തേക്ക് ഒരുപാട് ആശയങ്ങൾ തരാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്നു മുതലുള്ള ആഗ്രഹമാണ് ആ ഫാം ഒന്ന് കാണണം. അതിനേക്കാളുപരി ഫാം കാണുന്നതിനേക്കാളുപരി അദ്ദേഹവുമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് തോന്നിയത്. ഇന്ന് അത് സാധിച്ചൊരു ദിവസമാണ്. വൈകുന്നേരമാണ് ഈ ഫാമിലേക്ക് വന്നത്. ചെറിയൊരു സമയമാണ് ഇവിടെ ഉപയോഗിച്ചതെങ്കിൽ പോലും ഇനിയും പലതവണ വന്ന് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും കണ്ട് അനുഭവിക്കാനും മനസ്സിലാക്കാനും സാധിക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ ഒരു ആവശ്യം. ഇവിടെ ഏറ്റവും കാര്യം, നമ്മൾ ഇതുവരെ പശുവിനെ വളർത്തുന്നു, അതിന് തീറ്റ കൊടുക്കുന്നു, അതിന് വേണ്ടുന്ന പ്രോട്ടീൻസ് കൊടുക്കുന്നു. അങ്ങനെ പശുവിൽ നിന്ന് കൂടുതൽ പാല് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് എനിക്ക് നന്നായി ജീവിക്കാൻ അത് പറ്റുമെന്നാണ് നമ്മൾ ധരിച്ചത്. അല്ലെ, അങ്ങനെയാണ് വേണ്ടതെന്നുള്ളൊരു ധാരണയായിരുന്നു. അതിന് തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ ഒരു പശു ഫാമിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒരു പശുവിനെ സംബന്ധിച്ച്, ഓരോ പശുവിനെ സംബന്ധിച്ചും അവരെ എങ്ങനെ നിരീക്ഷിക്കണം, അവരെങ്ങനെ മനസ്സിലാക്കണം, അവരുടെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ പരിചരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ. മനുഷ്യന്റെ സ്വഭാവങ്ങൾ പോലെ തന്നെ പശുക്കളുടെ സ്വഭാവം വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ സ്വഭാവം കണ്ടറിഞ്ഞുകൊണ്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ രീതിയിൽ ആ പശുവിനെ വളർത്തുകയാണെങ്കിൽ പശു നമ്മളോട് ഇണങ്ങുകയും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പശുവിൽ നിന്ന് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു തരും എന്നുള്ള ഒരു വലിയൊരു അറിവാണ് ഈ ചെറിയ സമയത്തെ ഇതിൽ നിന്ന് കിട്ടിയത്. അതിന് അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഇത് ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നല്ല, അവിടെ കണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമ്പോഴാണ് ഇതൊരു പൂർണ്ണതയിൽ പറ്റുക. കാരണം ഒരു വലിയൊരു സന്ദേശമാണ് ഇവിടുത്തെ പശു ഫാം എന്ന് പറയുന്നത്. അപ്പൊ ആ പശു ഫാമില് എല്ലാവരും, ഇതിനോട് താല്പര്യമുള്ള എല്ലാവരും വന്ന് കാണുകയും അദ്ദേഹം നടപ്പാക്കുന്ന അദ്ദേഹത്തിൻ്റെതായ ചില ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ മനസ്സിലാക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ പശു വളർത്തലിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പം പല പ്രോഗ്രാമുകളും പല ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ അനുഭവങ്ങളും നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട്. അതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കാനുണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലൂടെ നമുക്കും ഇതിനെ രൂപപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ സാധിക്കണമെങ്കിൽ ഇത്തരം അറിവുള്ള, നിരീക്ഷിച്ച് മനസ്സിലാക്കിയ ഒരാളിൽ നിന്ന് അതൊരു ഗുരുമുഖമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അദ്ദേഹം വളരെ യുവത്വമുള്ളൊരു സംരംഭക പ്രവർത്തകനാണെന്നറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ അറിവ് വളരെ വലുതാണ്. ഈ അറിവ് നമുക്ക് സ്വായത്തമാക്കി ഈ മേഖലയിലേക്ക് കടന്നു വരാൻ പറ്റുന്നവർ തീർച്ചയായും കാണുകയും മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ഫാമായിട്ടാണ് ഈ ഫാം, ചൂരലിലുള്ള ഈ ഫാം എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അത്തരം നാടൻ പശുക്കളെ ഇത്രയും നല്ല ബ്രീഡാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുപോലെ ചെയ്തു പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതോടൊപ്പം പാല് ഉൽപാദനത്തിൽ തന്നെ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് പശു വളർത്തൽ രംഗത്തിലേക്ക് കുറെ കൂടി സജീവമാകാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു വലിയ അനുഭവം കൂടി ഇന്നുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം.